നമസ്കാരം. തമിഴ് സൂപ്പർ താരം വിജയുടെ പുതിയ നീക്കത്തിൽ അണ്ണാ DMK BJP കേന്ദ്രങ്ങൾ ആശങ്കയിൽ. DMK കോൺഗ്രസ് സഖ്യത്തിന് അനുകൂല നിലപാടെടുക്കാൻ വിജയ് ആരാധകർക്ക് രഹസ്യ സന്ദേശം കൈമാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് ഭരണകക്ഷിയെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. പ്രമുഖ സംവിധായകനും നിർമ്മാതാവുമായ ചന്ദ്രശേഖറിന്റെ മകനാണ് വിജയ്. കഴിഞ്ഞ വർഷങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ട വിജയുടെ മെർസൽ, സർക്കാർ എന്നീ സിനിമകൾ രാഷ്ട്രീയ രംഗത്തടക്കം ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന രംഗങ്ങളുണ്ടെന്നതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ചിത്രമാണ് മെർസൽ. ഇതിനുശേഷം ഇറങ്ങിയ സർക്കാരാവട്ടെ തമിഴ്നാട് സർക്കാരിനെ വിമർശിക്കുന്നതും. ഈ രണ്ടു ചിത്രങ്ങളുടെ പേരിലും വിജയ് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. മെർസൽ സിനിമയിലെ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങളാണ് വിജയ്ക്കെതിരെ രംഗത്ത് വരാൻ BJPയെ പ്രേരിപ്പിച്ചത്. വിജയ് ക്രിസ്ത്യാനിയായതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ പറഞ്ഞതെന്ന രാജയുടെ പരാമർശം രാജ്യമെങ്ങും BJPക്കും സംഘപരിവാറിനും വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചത്. BJPയുടെ വർഗീയ നിലപാടിനെതിരെ രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായതോടെ ജനമധ്യത്തിൽ BJP നാണം കെട്ടതായിരുന്നു. രജനികാന്തും കമൽഹാസനും അടക്കമുള്ള താരങ്ങളും മുൻനിര സംവിധായകരും BJPയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. സ്കൂൾ രേഖകൾ പ്രകാരം തന്റെ മകന്റെ പേര് ജോസഫ് വിജയ് എന്നാണെന്നും ജാതിയും മതവുമില്ലാതെയാണ് തങ്ങൾ അവനെ വളർത്തിയതെന്നും വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. ഇനി ക്രിസ്ത്യാനിയാണെങ്കിൽ കൂടി അതിൽ എന്തു പ്രശ്നമാണ് ദേശീയ നേതാക്കൾ കാണുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. രജനികാന്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിജയ് ഇളയ ദളപതി എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. 10 വർഷം മുമ്പ് തുടങ്ങിയ വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻസ് അസോസിയേഷൻ ഇപ്പോഴും സജീവമാണ്. സംഘടനാ രൂപവൽക്കരണത്തിനു ശേഷം വിജയ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച് ചർച്ച നടത്തിയിരുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഇതിനെ രാഷ്ട്രീയ കക്ഷിയായി മാറ്റുമെന്ന് വിജയ് ആരാധകർക്ക് ഉറപ്പു നൽകിയതാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയെ അപഹസിക്കുന്ന രംഗങ്ങളുണ്ടെന്ന് ആരോപിച്ച് അണ്ണാ DMK പ്രവർത്തകർ തിയേറ്ററുകൾ ആക്രമിച്ച സംഭവവും തമിഴ്നാട്ടിൽ ഉണ്ടായി. തുടർന്ന് വിവാദ രംഗങ്ങൾ തമിഴ്നാട്ടിൽ ഒഴിവാക്കേണ്ടി വരികയായിരുന്നു. സിനിമകളുടെ റിലീസ് വേളകളിൽ വിജയ് ആരാധകരും അണ്ണാ DMK BJP പ്രവർത്തകരും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടി. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വന്നതോടെ DMK കോൺഗ്രസ് സഖ്യത്തിന് അനുകൂല നിലപാടെടുക്കാൻ വിജയ് ആരാധകർക്ക് രഹസ്യ സന്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാരിലെ രംഗങ്ങൾ വെട്ടിമാറ്റാൻ കാരണക്കാരായ അണ്ണാ DMK സർക്കാരിനെതിരെ വിജയ് ആരാധകരുടെ പ്രതിഷേധം അലയടിച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ മുൻ വർഷങ്ങളിൽ നൽകിയ സൗജന്യ വസ്തുക്കൾ നശിപ്പിച്ച് അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തായിരുന്നു പ്രതിഷേധം. ഫാനും മിക്സിയും ഗ്രൈൻഡറും ലാപ്ടോപ്പുമെല്ലാം നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വാട്സാപ്പിലും യൂട്യൂബിലുമെല്ലാം വൻതോതിൽ പ്രചരിച്ചു. സിനിമയിൽ സർക്കാർ നൽകിയ സൗജന്യ വസ്തുക്കൾ തീയിടുന്ന ദൃശ്യം അണ്ണാ DMKയുടെ പ്രതിഷേധത്തെ തുടർന്ന് നീക്കുകയായിരുന്നു. വിജയുടെ ആരാധകർ സൗജന്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന മന്ത്രിമാരുടെ പ്രസ്താവന ആരാധകരെ പ്രകോപിപ്പിച്ചു. ജയലളിത സർക്കാരിന്റെ കാലത്ത് നൽകിയ മിക്സി, ഗ്രൈൻഡർ, ഫാൻ എന്നിവയാണ് കൂടുതൽ നശിപ്പിക്കുന്നത്. ചിലർ ലാപ്ടോപ്പുകൾ ചുമരിലിടിച്ച് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. DMK ഭരണകാലത്ത് നൽകിയ ടെലിവിഷനുകളും ചിലർ നശിപ്പിച്ചു. സർക്കാർ സിനിമയിലെ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് പലരും സൗജന്യ സാമഗ്രികൾ നശിപ്പിക്കുന്നത്. 2010 വിജയുടെ കാവലൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കു പിന്നിൽ അന്നത്തെ DMK സർക്കാരാണെന്ന ആരോപണം ഉണ്ടായിരുന്നു. ജയലളിതയുടെ സഹായം തേടിയ ശേഷമാണ് അന്ന് സിനിമ റിലീസ് ചെയ്തത്. 1 വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസ് അണ്ണാ DMKയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തുകയും ചെയ്തു. സർക്കാർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.